ഹലോ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ വീട് മാറിയപ്പോൾ കുഞ്ഞിനെയും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും റോഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറേശ്ശെ ഞാൻ അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് മല്ലത്ത് അമ്പലത്തിലേക്കാണ് കേട്ടോ. നമ്മളെ അടുത്തുള്ള ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ അധികം എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും മല്ലത്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനും ഗിരീഷേട്ടനും എൻ്റെ ഈടുത്തമ്മയും അടുത്തമ്മയും രണ്ടമ്മമാരും ഉണ്ട്, അച്ഛനും പിന്നെ പിള്ളേരും ഉണ്ട് കേട്ടോ, ഏട്ടൻ്റെ പിള്ളേരും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഉത്സവമാണെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് എടുത്ത ധാവണിയാണ് കേട്ടോ. മീഷോന്ന് ധാവണി എടുത്തല്ല, ധാവണിയുടെ മെറ്റീരിയൽ വന്നു, ഞാൻ അടിച്ചു. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീഡിയോയിൽ വരുന്നുണ്ട്. എൻ്റെ മുടി മുറിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, മുടി മൊത്തം പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ മുടി പകുതിക്ക് തന്നെ മുറിക്കേണ്ടി വന്നതെന്നല്ല, പിന്നെ അടിയിലേക്ക് ഇങ്ങനെ വെറുതെ ചൂല് പോലെ കിടക്കുന്നതിൽ ഒരു ഭംഗിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. ഫ്രണ്ടിൽ ഈ ഒരിങ്ങനെ വെള്ളം തെറിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും വണ്ടി അപ്പുറം ഭാഗത്ത് വെച്ചിട്ട് അതിലേക്കൂടെ ആട്ടോ വരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഉത്സവം നിറഞ്ഞത്. മാത്രമല്ല അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ നല്ലൊരു ക്യൂ കാണുന്നുണ്ടായിരുന്നു. അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിലുള്ളത്. അങ്ങനെ നമ്മൾ ചെരുപ്പെല്ലാം വെച്ച് ഉള്ളിലേക്ക് കയറി ഒന്ന് പ്രദക്ഷിണം വെച്ച് കുറച്ച് സമയം നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഭഗവാനെ ഷിഫ്റ്റിനെയും കൊണ്ട് ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏടെ ഇരിക്കില്ല. അപ്പോൾ ഇത്രയും ആളെല്ലാം ഉണ്ടാകുമ്പോൾ ഇവനിങ്ങനെ പായുമ്പോൾ നമുക്ക് അതിലേ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആളെ കാണുന്നില്ല, കുഞ്ഞി പീക്കിരിയല്ലേ, അപ്പോൾ പാഞ്ഞു പോകുമ്പോൾ കാണുകയില്ല. അങ്ങനെ കുറച്ച് സമയമായില്ലേ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു കേട്ടോ. പക്ഷെ ഞാൻ വെറുതെ ഇതൊരു പട്ടിഷോ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. പക്ഷേ ഈ വെയിലും ചൂടും ഒക്കെ കൊണ്ട് നമുക്ക് ഉള്ളിൽ ചോറ് കഴിക്കാൻ തൊഴുത് ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എന്നുള്ളതിനേക്കാളും കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആകെ ബഹളമയമായിരുന്നു കൊച്ചിനെയും കൊണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ പോയിട്ട് തൊഴുതിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് അത്ര സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചുറ്റുമണീനെയും കൊണ്ടുള്ള പോക്ക് അയ്യോ ഒരു രക്ഷയില്ല. അപ്പോൾ പോകാനുള്ള ആ ഉഷാറൊന്ന് തിരിച്ചു വരുമ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.